ഗുഡ് മോർണിംഗ്. ബഷീർ സാർ. സുജി സാർ ഗുഡ് മോർണിംഗ്. കുറെ ദിവസമായല്ലേ കണ്ടിട്ട്. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെ നമ്മളിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എന്താണ് വിശേഷം? എന്നിട്ട് എന്ത് സാർ സുഖം? എന്താണ് അവിടുത്തെ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ? നിങ്ങളെ വോയിസ് കേൾക്കാഞ്ഞാലേ എന്താണ് ഇവിടെ വെള്ളത്തിന്റെ വേണ്ടി കണ്ടില്ല. എവിടെ? ഇപ്പൊ കുറവാ സാർ, കുറഞ്ഞു വെള്ളം കുറെ കുറഞ്ഞു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അല്ല അങ്ങോട്ട്? ഇല്ല സാർ, ഇവിടെ വലിയ ഓ ശരി, ഓക്കെ, റൈറ്റ് റൈറ്റ് റൈറ്റ്. എവിടെ പോയി കുറച്ച് ദിവസം കണ്ടില്ല സാറ്? ഇല്ല, ഞാന് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നടക്കുന്നേ. ഞാനേ കൈക്ക് ചെറിയ ആക്സിഡന്റ് പറ്റിയ ഫിസിയോതെറാപ്പി ഉണ്ട്. അപ്പോ രാവിലെ പോണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ട്. യെസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? താടിയൊക്കെ വന്നു കേട്ടോ. സാർ ഗുഡ് മോർണിംഗ്. യെസ്, അനീഷ് സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഓക്കെ. നമ്മൾ ട്രെയിനർ എവിടെ? ട്രെയിനർ വേർ? ശ്രീ സാർ, നമ്മൾ ട്രെയിനിങ്ങിന്റെ ഒന്നും ആയില്ലല്ലേ പിന്നല്ലേ? പ്രോഗ്രസ് ഒന്നും ആയില്ലല്ലോ. എവിടെ? കേട്ടില്ല, ഒന്ന് പറയാവോ? സാറേ പിന്നെ ഒന്നല്ല, നമ്മളെ ട്രെയിനിങ്ങിന്റെ ഒന്നും ആയില്ല, ട്രെയിനേഴ്സിന്റെ പ്രോഗ്രാം ഒന്നും ആയില്ലല്ലോ സാറേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്, അറിയിക്കാം. മറക്കുന്നുണ്ട്. നിശ്ചയത്തിൽ അറിയിക്കാം. പക്ഷെ അതിന്റെ ഭാഗമായിട്ടാ ഇന്ന് നടക്കുന്ന എറണാകുളത്ത് നടക്കുന്ന കേളിയൊക്കെ അല്ലേ, അത് നല്ലൊരു ലീഡർഷിപ്പിന്റെ ഒരു പ്രോഗ്രാമാണത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് മുന്നേ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. റാഷി സാർ. ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങളാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? കേൾക്കാവോ? ഓക്കെ, റൈറ്റ്. ആരംഭിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. വിജയൻ സാർ, എന്തുണ്ട് വിശേഷം? സുഖം തന്നെ. കൊറേ ദിവസം ഹോസ്പിറ്റലായി പോയി. എന്തുപറ്റി? ശരി, ഓക്കെ. കറണ്ട് ഇല്ല അവിടെ? റാഷി സാർ ഓക്കെ ആണോ? ഞാൻ 2 അക്കൗണ്ട് ഓപ്പൺ ആണ്. ഒരു CM റാഷിദ് ഓൺലൈൻ, അതും കൂടി ഒന്ന് ഹോസ്റ്റ് ആക്കിയിട്ടേ ഷെയർ ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. PPT ഉണ്ടോ? PPT ചെറിയൊരു PPT. ഓക്കെ. CM റാഷിദ് ഓൺലൈൻ 2 കാണും ചിലപ്പോൾ. 2 ഒന്നിൽ നിങ്ങളെ ഫിഗർ കാണുന്നുണ്ട്. മറ്റേ ഐഡിയ ഏതാ? അതെ, ചിലപ്പോ സിസ്റ്റത്തിനാണ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇഷാം സാർ എന്നെ ഹോസ്റ്റ് ആക്കിയിട്ടില്ല. ഞാൻ ഹോസ്റ്റ് ആക്കിയതിനു ശേഷം ഞങ്ങള് ഇത് പ്രോഗ്രാം നടക്കുമ്പോൾ ചെയ്തോളാം. ശരി. ഓക്കെ. ലിനു മാഡം ഗുഡ് മോർണിംഗ്. റൈറ്റ്, ഓക്കെ. എല്ലാവരും വെച്ചൂടെ? റാഷി സാർ ഓക്കെ ആണോ? ഷെയറിംഗ് നടക്കൂലേ? ഷെയറിംഗ് ഞാൻ ഇട്ടുതരാം. ഷെയറിംഗ് പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇഷാം സാറെ എന്നെ ഹോസ്റ്റ് ആക്കിയതിനു ശേഷം ഞങ്ങൾ ഹോസ്റ്റ് ആക്കി തരാം. നോ പ്രോബ്ലം. ആ ലാപ്പിന്റെ ഐഡിയ ഏതാണ്? ലാപ്പിൽ എനിക്ക് കാണുന്നില്ല. ഇതിലെ നിങ്ങളെ ഫോണിൽ നിന്ന് കാണുന്നുണ്ട്. ലാപ്പ് കണക്ട് ചെയ്തിരിക്കണോ? ലാപ്പിൽ ഷെയറിംഗ് പറ്റുന്നുണ്ടോ നോക്കാം. ലാപ്പ് കണക്ട് ചെയ്തു. ലാപ്പിംഗ് ഒരു മിനിറ്റ്. സ്ക്രീൻ ഷെയറിംഗ്
ഒരു മിനിറ്റ്. ലാപ്പിൽ നിന്ന് ഷെയർ ആവുന്നുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, ഇഷാം സാർ എന്നെയും റാഷിദ് സാർ ഒന്ന് ഹോസ്റ്റ് ആക്കൂ. Yes. ആക്കിയുണ്ട്. ഓക്കെ, റൈറ്റ്. റാഷിദ് സാർ ഓക്കെ ആണോ? ഓക്കെ പറയൂ. ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓക്കെ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ അപ്പൊ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ്. Good morning to all. The okay, meeting ready. in connection with the 7 AM morning drive is hereby called to order. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 3-ാം തീയതി മനോഹരമായ ശനിയാഴ്ചയാണ് നമ്മുടെ മുന്നിൽ ആയിട്ടുള്ളത്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന 49-50ഓളം ആളുകളുടെ ആ ഒരു സഹാനുഭൂതിയുടെ പരിണിത ഫലം തന്നെയാണ് നമുക്ക് 247-ാമത്തെ ദിവസത്തിലേക്ക് ഈ ഒരു പ്രോഗ്രാം എത്തിക്കാൻ സാധിച്ചത് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിനപ്പുറം ഇന്ന് 2-ാം ശനിയാഴ്ചയാണ്. ഏറെക്കുറെ സ്കൂളുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളും അവധിയായിട്ട് ട്യൂഷൻ സെൻ്ററുകളൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല സ്ഥലത്തും വെള്ളക്കെട്ടുണ്ട്. ബി കെയർഫുൾ എല്ലാവരും. ഈ ഒരു കഥ നടക്കുന്നത് ജപ്പാനിലാണ്. ജപ്പാനിൽ കുറെ വീടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വീടുകൾ ഉണ്ടാക്കി വെച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തടിക്കഷ്ണങ്ങൾ കൊണ്ടാണ്. തടിക്കഷ്ണങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ച് അത് പാളികളാക്കി തടിയുടെ പലക കൊണ്ട് അടുക്കി നിരനിരയായി വെച്ചിട്ടുള്ളതാണ്. ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ആ ഒരു വീട് പൊളിച്ചു മാറ്റണം, പുതിയൊരു വീട് വെക്കണം എന്ന് ഒരാൾക്കൊരു ആഗ്രഹം തോന്നി, ഒരു ജപ്പാൻകാരന്. അതിന്റെ ഫലമായിട്ട് അന്ന് ആ പണിത ആളുകൾ തന്നെ വിളിച്ചു. അത് പതിയെ പൊളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ 2 പലകകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു എയർ സർക്കുലേഷൻ അവിടുത്തെ വെതറുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, തണുപ്പും ചൂടും എല്ലാം കൃത്യമായി ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ പൊളിക്കുന്ന ഒരു വ്യക്തി ഈ വീട് പണിത ആൾ തന്നെയാണ് ഇത് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2 പലകൾ ചേർത്ത് വെച്ചതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ആ ഗ്യാപ്പിൽ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എന്തോ ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ചുകൂടെ അടുത്തോട്ട് വന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനൊരു പല്ലി ഇരിക്കുന്നുണ്ട്. ആ പല്ലി അവിടെ നിന്ന് അനങ്ങുന്നില്ല. അദ്ദേഹം ഒന്നും കൂടെ അടുത്തോട്ട് വന്ന് നോക്കി. ആ പല്ലിയുടെ കാലിൽ ഒരു ചെറിയൊരു ആണി തറച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. 5 വർഷം മുന്നേ താൻ പണിത ആ ഒരു വീടിന്റെ ഉള്ളിൽ, ആ പലകയുടെ ഒരു പല്ലി കുടുങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷെ തൻ്റെ കയ്യബദ്ധം കൊണ്ട് ആ ഒരു ആണി അടിച്ചത് ആ പല്ലിയുടെ കാലിലെ വിരലിലാണ് ആണി അടിച്ചത്. അത് കാരണം പല്ലിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. പക്ഷെ അതോടൊപ്പം തന്നെ ഭയങ്കര കൗതുകം തോന്നി. എങ്ങനെയാണ് ഈ 5 വർഷമായിട്ടും ആ പല്ലി ഈ വുഡിന്റെ ഇടയിൽ ഇരിക്കുന്നത് എന്നുള്ളത്. 5 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം മറ്റുള്ള സഹപ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ എല്ലാവരും മാറി നമുക്ക് കുറച്ചു നേരം നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു പല്ലി വന്നിട്ട് ഈ ഒരു കുടുങ്ങിക്കിടക്കുന്ന പല്ലിക്ക് ഭക്ഷണം വായിൽ വെച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ടും ഈ ഒരു പല്ലിയാണ് തൻ്റെ ആ കുടുങ്ങി കിടക്കുന്ന പല്ലിക്ക് വേണ്ടി ഭക്ഷണം വായിൽ വെച്ചു കൊടുക്കുന്നത്. ഇതാണ് സഹാനുഭൂതി. ഈ ഒരു സഹാനുഭൂതി തന്നെയാണ് മനുഷ്യൻ പലപ്പോഴും നമ്മൾ എല്ലാം കൊണ്ടും അഹങ്കരിക്കുന്ന മനുഷ്യൻ തന്നെ പലപ്പോഴും നമ്മൾ മാതൃകയാക്കേണ്ടത് പല മൃഗങ്ങളിൽ നിന്നുമായിരിക്കും. അത് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് നമ്മളെ കർണാടകയിലെ ഷിരൂരിൽ കുടുങ്ങിപ്പോയ അർജുനും, അതോടൊപ്പം തന്നെ ഇന്ന് വയനാട്ടിൽ കൃത്യമായിട്ട് നമുക്കറിയാം ഒരുപാട് പേര് നമുക്ക് ഉരുൾപൊട്ടലിൽപ്പെട്ട് ഭൂമിക്ക് അടിയിലായിട്ടുണ്ട്, മണ്ണിനും ചളിയിലും അകപ്പെട്ടിട്ടുണ്ട്. അവരോടെല്ലാം നമ്മൾ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നടക്കുന്ന സഹാനുഭൂതി. ഈ ഒരു സഹാനുഭൂതിയുടെ കൂടുതൽ വെളിച്ചങ്ങളിലേക്ക് ഇന്നത്തെ പ്രിയ ട്രെയിനർ കൂടിയായ റാഷിദ് സാറ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ സോൺ ഡയറക്ടർ ട്രെയിനിങ് ഹിഷാം സാർ, അതോടൊപ്പം തന്നെ ചിത്ര മാം, ഇതിൽ പങ്കെടുത്തിട്ടുള്ള എൻ്റെ മുന്നിൽ എത്തിയിട്ടുള്ള 60ഓളം ആളുകളെയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. റാഷിദ് സാർ ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ക്യാൻ ഐ സ്റ്റാർട്ട് നൗ? ഓക്കെ. ഞാൻ നിങ്ങളൊന്ന് പ്രിപ്പയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് 2 മിനിറ്റ് അധികം എടുത്തത്. ആ ഒരു ലാപ്പെല്ലാം സെറ്റിംഗ് ആയിക്കോട്ടെ. ഓക്കെ, ദി ഫ്ലോർ ഈസ് യുവർ. റാഷിദ് സാർ പ്ലീസ്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് സാർ, അവർ റെസ്പെക്റ്റഡ് ചെയർമാൻ. അദ്ദേഹം മനോഹരമായ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തത്.
ആ കഥയിൽ വലിയൊരു പാഠമുണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന ടോപ്പിക്കിന്റെ വലിയൊരു പാഠം എമ്പതി ഇൻ ആക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട സഹാനുഭൂതിയെ കുറിച്ചുള്ള ഒരു മനോഹരമായ തുടക്കമാണ് അദ്ദേഹം എനിക്ക് തന്നത്. ഏതായാലും മോർണിംഗ് ഡ്രൈവില് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇത്രയും മനോഹരമായി നടക്കുന്ന ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വീണ്ടും വരാൻ സാധിച്ചതിൽ, ഒരുപാട് ആളുകളുമായി സംവദിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാൻ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ട ZP മാഡത്തിനോടും അതുപോലെ തന്നെ ട്രെയിൻ ഡയറക്ടർ ഇഷാന്ത് സാറോടും ചെയർമാനോടും എല്ലാവരോടും പ്രത്യേകം നന്ദി കടപ്പാടൊക്കെ ഈ ഒരു അവസരത്തിൽ അറിയിക്കാം. നേരത്തെ ശ്രീജിത്ത് സാറ് പറഞ്ഞ സ്റ്റോറി പോലെ ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചു തുടങ്ങാം. നമുക്കറിയാം, നമ്മളിപ്പോ കേരളം എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തത്തിന്റെ വാർത്തകൾക്കിടയിലും ഒരുപാട് ശുഭപ്രതീക്ഷകൾ നൽകുന്ന മനോഹരമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ മുന്നിൽ ഒരു പിക്ചർ ഷോ ചെയ്യാണ്. ഞാൻ വെറുതെ ഒന്ന് ചോദിക്കാം. ഒരു പിക്ചർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. എനിക്ക് ഒരു പിക്ചർ കാണാം. ഓക്കെ. ഈ പിക്ചർ നമ്മുടെ ആനക്കൊമ്പ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. എന്തായിരുന്നു ഈ പിക്ചർ? ആനക്ക് മുമ്പിൽ പതറിപ്പോകാതെന്ന ഒരു സ്ത്രീയുടെ കഥ. ഇത് ആരുടെ എന്തായിരുന്നു ഈ പിക്ചറിന്റെ പിന്നിലുള്ള സ്റ്റോറി? ഒന്ന് പറയാമോ? അതെന്താന്ന് വെച്ചാലേ, ഒരു ലേഡി, പ്രായമായ ഒരു സ്ത്രീ. ഹലോ, കേൾക്കുന്നുണ്ടോ? ആനയ്ക്ക് പോലും സിമ്പതിയാണ് തോന്നിയത് ആ സമയത്ത് അവരോട്. സിമ്പതി അല്ല, എമ്പതി ആണല്ലേ? ഓക്കെ, പ്രിയമാൻ കണ്ടിന്യൂ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇല്ല, ഇവര് പ്രായമായ ഒരു സ്ത്രീയാണ്. വേറൊരു പ്രായമായ ഒരു സ്ത്രീയും കുട്ടീനെ ഒക്കെ പിടിച്ചിട്ട് അവര് പിന്നെ വെള്ളത്തിന്റെ അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി കയറി ചെന്നപ്പോ ഒരു കൊമ്പന്റെ മുന്നിലാണ് എത്തിപ്പെട്ടത്. അവരോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് വരുന്നത്, ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോ ആനയ്ക്ക് മനസ്സിലായി. ആന കൂടെ നിന്നു, അവരുടെ കൂടെ നിന്ന് പുലർച്ചെ വരെ അല്ലെങ്കിൽ രാവിലെ വരെ അവരെ ഉപദ്രവിക്കാതെ നിന്നു. എന്നിട്ട് തിരിച്ച് വേറെ ആളുകൾ വന്ന് രക്ഷപ്പെടുത്തുന്നത് വരെ രക്ഷപ്പെടുത്തി എന്നാണ് പറഞ്ഞത് കഥ. അത് കുറെ ആളുകൾ നെഗറ്റീവായിട്ടും ചിത്രീകരിക്കുന്നുണ്ട്. അത് വെറുതെ പറയുന്നതാണ്, തള്ളുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സത്യമായിരിക്കും തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് എമ്പതിയുടെ അല്ലെങ്കിൽ സഹാനുഭൂതിയുടെ ഒരു പാഠമുണ്ട്. നമുക്കറിയാം, സിമ്പതി ഉണ്ട്, എമ്പതി ഉണ്ട്. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തിനോട് അയ്യോ പാവം, കഷ്ടാണല്ലോ, വിഷമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ നിൽക്കുന്നതിനെ നമ്മൾ പൊതുവെ സിമ്പതി എന്ന് പറയാം. പക്ഷെ നമ്മളെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന 10 ലൈഫ് സ്കില്ലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് എമ്പതി എന്ന് പറയുന്നത്. അതായത് തിങ്കിങ് ഇൻ അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഈ ആന നമുക്ക് നൽകുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, ഒരു പ്രതിസന്ധി ഘട്ടത്തില്, ഒരു പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തില് ഏത് രീതിയിലാണ് മറ്റൊരാളുടെ പ്രശ്നത്തെ സമീപിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ പാഠമാണ് ശരിക്കും ഈ ഒരു മൃഗം നമുക്ക് നൽകിയത്. ആ സ്ത്രീ കഷ്ടപ്പെട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന സമയത്ത് ആന രാത്രി മൊത്തം ആ ഒരു സ്ത്രീക്ക് വേണ്ടി കാവലിരുന്നു. നമുക്കറിയാം, നമ്മൾ വയനാടൊക്കെ സ്ഥിരമായിട്ട് വാർത്തകളിൽ കേൾക്കുന്നതാണ്, ആന തെരുവിലേക്ക് ഇറങ്ങി ആളുകളെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഇന്ന സംഭവം ഉണ്ടായി, ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി, ഇങ്ങനെ പലതും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പ്രദേശം മൊത്തം വലിയൊരു ദുരന്തത്തിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് ആ ആന കാണിച്ച ഒരു ഔന്നത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ കാണിച്ച ആ ഒരു സഹാനുഭൂതിയുടെ പാഠം എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന്മാർക്കൊക്കെ വലിയൊരു പാഠമാണ്. അപ്പോ ഈ ഒരു പിക്ചർ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് നമ്മളെ ഓരോ മനുഷ്യന്മാർക്കും വലിയ പാഠങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഇന്നലെ നമുക്ക് എമ്പതിയുടെ ഒരു പാഠം നൽകുന്ന വലിയൊരു സംഭവം നമ്മൾ ഇന്നലെ കണ്ടു. ഒരു പശുവിനെ ഇങ്ങനെ കറന്നു കൊടുക്കുന്നത്, അതായത് ആ വാർത്ത ഒന്ന് വായിച്ചു നോക്കൂ. ഉരുൾപൊട്ടലില് പിന്നെ കുഞ്ഞും പരിപാലിക്കുന്ന വീട്ടുകാരും വേർപെട്ടു പോയതോടെ പാല് അകിടിൽ കെട്ടി വേദന കൊണ്ട് പിളഞ്ഞ പശുവിന് സഹായവുമായി സന്നദ്ധ പ്രവർത്തകർ. എത്ര മനോഹരമായ ഒരു വാർത്തയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പശുവിന്റെ പ്രയാസം കണ്ടിട്ട് ഈ സന്നദ്ധ പ്രവർത്തകർ ചെന്നിട്ട് എന്ത് ചെയ്യണം? ആ പശുവിന് പാല് കറന്നു കൊടുക്കുകയാണ്. എത്ര മനോഹരമായ ഒരു വാർത്തയാണ്. അപ്പോ എമ്പതി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലാണ്. അപ്പൊ എന്താണ് എമ്പതി? വാട്ട് യു മീൻ ബൈ എമ്പതി? നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വേർഡ് ആണെങ്കിൽ എന്താണ് എമ്പതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഡ്ലർ പറഞ്ഞ എമ്പതിക്ക് പറഞ്ഞൊരു ഡെഫിനിഷൻ ഉണ്ട്. എമ്പതി ഈസ് സീയിങ് വിത്ത് ദ ഐസ് ഓഫ് അതേഴ്സ്, ലിസണിങ് വിത്ത് ദ ഇയേഴ്സ് ഓഫ് അനദർ, ഫീലിംഗ് വിത്ത് ദ ഹേർട്ട് ഓഫ് അനദർ. അതായത് മറ്റുള്ളവരുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുക, മറ്റുള്ളവരുടെ കാതുകൊണ്ട് നമ്മൾ കേൾക്കുക,
അതുപോലെ തന്നെ മറ്റുള്ള ഹൃദയം കൊണ്ട് നമ്മൾ ഫീൽ ചെയ്യാം. മനോഹരമായ ഒരു ഡെഫിനിഷനാണ് എമ്പതിക്ക് കൊടുത്തൊരു ഡെഫിനിഷൻ. അപ്പോ സിമ്പതി ഉണ്ട്, അതുപോലെ തന്നെ എമ്പതി ഉണ്ട്. ഇപ്പോ ശരിക്കും നമ്മൾ ഒരാളുടെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാളോട് നമ്മൾ ഐ എം സോറി എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ പിച്ചി എന്നാണ് അതിനെ കൺസിഡർ ചെയ്യുക. എന്നാൽ അതേ ഒരു ഫീലിംഗ് നമുക്ക് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ഐ ഫീൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പതിയാണ്. പക്ഷെ ഐ ഫീൽ വിത്ത് യു എന്ന് പറയുമ്പോഴാണ് അത് എമ്പതി എന്ന് പറയുന്നത്. എന്നാൽ എമ്പതിയിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. ഐ ആം മൂവ്ഡ് ബൈ യു, അതായത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ശരിക്കും ആന ആ സ്ത്രീക്ക് കൊടുത്തത്. ഒരു പ്രതിസന്ധി ഘട്ടത്തില് ആന എന്ത് ചെയ്തു, ആ സ്ത്രീയുടെ കൂടെ നിന്നു. പകല് രാവിലെ ആവോളം അല്ലെങ്കിൽ അവർ സുരക്ഷിതാവോളം ആന കണ്ണീരൊഴുക്കിക്കൊണ്ട് അവരുടെ പ്രയാസത്തിൽ അവരെ കൂടെ ചേർന്ന് നിന്നു. അപ്പൊ നമുക്ക് മനുഷ്യന്മാർക്ക് വലിയൊരു പാഠമാണ് ആ മൃഗം നൽകിയത്. നമുക്കറിയാം വയനാട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ആ സംഭവത്തിനിടയിലും പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഏജിലും എല്ലാവരും ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ സഹാനുഭൂതിയും അനുകമ്പയൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരുപാട് വാർത്തകൾ കണ്ടു. ആ വാർത്തകൾക്ക് ഉദാഹരണമാണ് നമ്മൾ ഈ തുടക്കത്തിൽ കണ്ട. ഇത് 1-2 വാർത്തകൾ മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഒരുപാട് വാർത്തകളുണ്ട്, അതിൽപ്പെട്ട 1-2 വാർത്തകൾ മാത്രമാണ് നമ്മളിവിടെ ഷെയർ ചെയ്ത്. അപ്പോ എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കാണുക, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാത് കൊണ്ട് നമ്മൾ കാര്യങ്ങളെ കേൾക്കുക, മറ്റുള്ളവരുടെ ഹൃദയം കൊണ്ട് നമ്മൾ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുക. അതാണ് ആഡ്ലർ എമ്പതിക്ക് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾ തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലായിട്ടാണ് എമ്പതിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം എമ്പതി തന്നെ പ്രധാനമായിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഇമോഷണൽ എമ്പതി ഉണ്ട്, കോഗ്നിറ്റീവ് എമ്പതി ഉണ്ട്, അതേപോലെ തന്നെ കമ്പാഷനേറ്റ് എമ്പതി ഉണ്ട്. എമ്പതി എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. ഈ കുറഞ്ഞ സമയത്ത് 1-2 ചെറിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇൻട്രോ പറയാതിരുന്നു കഴിഞ്ഞാൽ പ്രയാസമാണെന്ന് കരുതിയാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള എമ്പതിയാണ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ടൈപ്സ് ഉണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടൈപ്സ് എമ്പതിയാണ്. ഒന്ന് ഇമോഷണൽ എമ്പതി ഉണ്ട്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് എമ്പതി ഉണ്ട്, അതുപോലെ തന്നെ കമ്പാഷനേറ്റ് എമ്പതി ഉണ്ട്. നമ്മളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു എമ്പതി കമ്പാഷനേറ്റ് എമ്പതിയാണ്. കമ്പാഷനേറ്റ് എമ്പതിക്ക് ഉദാഹരണമായിട്ടാണ് ഞാൻ നേരത്തെ ആ പശുവിന്റെ പാല് കറന്ന സംഭവം, അതുപോലെ തന്നെ ആ സ്ത്രീക്ക് വേണ്ടി ആന കാവലിരുന്ന സംഭവമൊക്കെ പറഞ്ഞത് കമ്പാഷനേറ്റ് എമ്പതിക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് ഇമോഷണൽ എമ്പതി? അതായത് ഇമോഷണൽ എമ്പതി എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു ഷെയർ ഓർ ഫീൽ അനദർ പേഴ്സൺസ് ഫീലിംഗ്സ് ആസ് ഇഫ് ദേ ആർ ദെയർ ഓൺ. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ഫീലിംഗ്, നമുക്ക് മറ്റുള്ള വ്യക്തികളുടെ ഫീലിംഗ് നമ്മളെ ഫീലിംഗ് ആയി കാണാനുള്ള എബിലിറ്റിനാണ് ഇമോഷണൽ എമ്പതി എന്ന് പറയാം. മറ്റുള്ളവരുടെ ഫീലിംഗിനെ നമ്മളുടെ ഫീലിംഗ് ആയി കാണാനുള്ള എബിലിറ്റിനെ നമ്മൾ ഇമോഷണൽ എമ്പതി എന്ന് പറയാം. പക്ഷെ കോഗ്നിറ്റീവ് എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അനദർ പേഴ്സൺസ് ഫീലിംഗ്സ് ആൻഡ് വാട്ട് ദേ മസ്റ്റ് ബി തിങ്കിങ്. അത് കുറച്ചും കൂടി ഇമോഷണൽ എമ്പതി നമ്മൾ ഹൃദയം കൊണ്ടാണ് സമീപിക്കുന്നത്. കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട് അതിനെ അഫക്റ്റീവ് ആയിട്ട് സമീപിക്കുന്ന ഒരു രീതിയാണ് ഇമോഷണൽ എമ്പതി എന്ന് പറയുന്നത്. എന്നാൽ കോഗ്നിറ്റീവ് എമ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഫീലിങ്ങിനെ നമ്മൾ അതിനോടൊപ്പം ചേർന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് കോഗ്നിറ്റീവ് എമ്പതി എന്ന് പറയുന്നത്. എന്നാൽ കമ്പാഷനേറ്റ് എമ്പതിയാണ് ശരിക്കും നമ്മളൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്താണ് കമ്പാഷനേറ്റ് എമ്പതി? ദ എബിലിറ്റി ടു മീറ്റ് ഓർ അണ്ടർസ്റ്റാൻഡ് അനദേഴ്സ് ഫീലിംഗ്സ് ബട്ട് ആൾസോ ഫീൽ ദ കമ്പൽ ടു ഹെൽപ്പ് ദം. നമ്മൾ അവിടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ അവരെ കൂടെ ഇറങ്ങി ചെന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡിനാണ് നമ്മൾ കമ്പാഷനേറ്റ് എമ്പതി എന്ന് പറയാം. അപ്പോ നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ല്, ഞാനും നിങ്ങളൊക്കെ അടക്കമുള്ള ആളുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ലൈഫ് സ്കില്ലാണ് കമ്പാഷനേറ്റ് എമ്പതി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സിമ്പതി അല്ല നമുക്ക് വേണ്ടത്, എമ്പതിയാണ്. പക്ഷെ എമ്പതിയിൽ തന്നെ 3 തരത്തിലുള്ള എമ്പതികൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എമ്പതി എന്ന് പറയുന്നത് കമ്പാഷനേറ്റ് എമ്പതിയാണ്. അപ്പൊ നമ്മളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു എമ്പതിയാണ് കമ്പാഷനേറ്റ് എമ്പതി എന്ന് പറയുന്നത്. ഇപ്പോ സിമ്പതി സ്ക്രീന് കാണാവോ? കണ്ടോ? ഈ കോഗ്നിറ്റീവ് എമ്പതി ഫസ്റ്റ് കാണിച്ചത് കോഗ്നിറ്റീവ് എമ്പതിയുടെ ഒരു പിക്ചർ ഞാൻ മുകളിൽ കാണിക്കുന്നുണ്ട്. അതിൽ നോക്കൂ, നമ്മൾ കോഗ്നിറ്റീവ് എമ്പതിയിൽ എപ്പോഴും നമ്മളെ ചിന്തകൾക്കാണ് കൂടുതൽ പ്രാധാന്യം, നമ്മൾ തോട്ട്സിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ സ്നേഹം എന്ന് പറയുന്നതോടെ മുകളിലാണ് എടുക്കുന്നത്. എന്നാൽ ഇമോഷണൽ എമ്പതിയിൽ നമ്മൾ കുറച്ചുകൂടി അഫെക്ഷൻ ആണ്, ഫീലിംഗിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ കമ്പാഷനേറ്റ് എമ്പതിയിലാണ് രണ്ടും ഒരു ബാലൻസിൽ നമ്മൾ അവരെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എമ്പതി എന്ന് പറയുന്നത് കമ്പാഷനേറ്റ് എമ്പതിയാണ്. അപ്പൊ നമ്മളൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു കമ്പാഷനേറ്റ് എമ്പതിയാണ്. അപ്പോ ഇവിടെ നമ്മൾ തുടക്കത്തിൽ ഞാൻ കാണിച്ച ഈ ഒരു അമ്മയുടെ കാര്യം തന്നെ നമുക്ക് വീണ്ടും പരിശോധിക്കാം. ഈ അമ്മയോട് ഈ ആന കാണിച്ച ആ ഒരു എമ്പതി എന്ന് പറയുന്നത് ഒരു കമ്പാഷനേറ്റ് എമ്പതിയാണ്. അവരെ അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതെ വിടുന്നതിന് പകരം
അവരെ കൂടെ കാവലിരുന്നു കണ്ണീര് പൊഴിക്കൊണ്ട് അവർക്ക് ഒരു ആപത്തും വരരുതേ എന്ന് കരുതി ആ കുട്ടിയെയും അമ്മയെയും അവിടെ കാത്തുകൊണ്ട് കുറെ സമയം അവിടെ നിന്നു. ഇപ്പൊ നമ്മൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ വാർത്തകൾ വായിക്കുമ്പോൾ വളരെ സിമ്പത്തറ്റിക് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അയ്യോ പാവം, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, വല്ലാത്തൊരു ദുരന്തമാണ്, വലിയൊരു കഷ്ടമാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷേ നമ്മൾ അതിന് പകരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾ നടത്തുന്ന പരിപാടിയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ അതിലേക്ക് നമ്മളൊരു സംഭാവന കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും കമ്പാഷനേറ്റ് എമ്പതി. നമ്മൾ അയ്യോ പാവം എന്ന് പറഞ്ഞു നിൽക്കുന്നതിന് പകരം നമ്മളെ കൊണ്ട് കഴിയണ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കമ്പാഷനേറ്റ് എമ്പതി എന്ന് വിളിക്കാം. നമ്മൾ വയനാട്ടിലേക്ക് ഒരുപാട് വണ്ടികൾ ഡ്രസ്സുകൾ കൊണ്ടുപോകുന്നു, അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നു, മരുന്നുകൾ കൊണ്ടുപോകുന്നു. അതിലൊക്കെ നമ്മൾ ഭാഗവത്താവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കമ്പാഷനേറ്റ് എമ്പതിയാണ്. നേരെ മറിച്ച് നമ്മൾ അയ്യോ പാവം എന്ന് പറഞ്ഞത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സിമ്പതി ആവുന്നുള്ളൂ. ഇനി നമ്മൾ കുറച്ചുകൂടി എമ്പതറ്റിക് ആയി മാറാം. അതോടൊപ്പം തന്നെ എമ്പതിയിൽ കമ്പാഷനേറ്റ് എമ്പതി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നൽകുന്ന ഒരു പാഠം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു എമ്പതി എന്ന് പറയുന്നത് ആഡ്ലർ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ആദ്യം പറഞ്ഞത് ഞാൻ. എമ്പതി ഈസ് സീയിങ് വിത്ത് ദ ഐസ് ഓഫ് അതേഴ്സ്, ലിസണിങ് വിത്ത് ദ ഇയേഴ്സ് ഓഫ് അനദർ, ഫീലിംഗ് വിത്ത് ദ ഹേർട്ട് ഓഫ് അനദർ. അതാണ് നമ്മൾ ആഡ്ലർ എമ്പതി കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള എമ്പതിയാണ്. ഒന്ന് നമുക്ക് കൂടെ പറഞ്ഞോക്കെ ഏതൊക്കെയാണ്? ഇമോഷണൽ എമ്പതി, അതേപോലെ തന്നെ കൊഗ്നിറ്റീവ് എമ്പതി, അതുപോലെ തന്നെ കമ്പാഷനേറ്റ് എമ്പതി. ഇങ്ങനെ 3 തരത്തിലുള്ള എമ്പതികളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതിൽ എങ്ങനെ നമുക്ക് ഒരു കമ്പാഷനേറ്റ് എമ്പതി ഡെവലപ്പ് ചെയ്യാം എന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എമ്പതി ഡെവലപ്പ് ചെയ്യാം? നമുക്കൊരു ഡിസ്കഷൻ രൂപത്തിൽ ഇങ്ങനെ പോവാം. എങ്ങനെയൊക്കെ എമ്പതി പോവാം? ഞാൻ കൃത്യമായിട്ട് ഒഡിബിൾ ആണെന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് സംസാരിക്കുന്നത്. എങ്ങനെ നമുക്കൊരു കമ്പാഷനേറ്റ് എമ്പതി ഡെവലപ്പ് ചെയ്യാം? ഒന്ന് അഭിപ്രായങ്ങൾ പറയൂ. നമുക്കൊരു എമ്പതറ്റിക് മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും? ഇത് വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ എന്നാൽ ഈ ഒരു ദിവസം ഇത്തരം ഒരു ടോപ്പിക് ഷെയർ ചെയ്യുവാണ് അത് അത്യന്താവശ്യമാണ് തോന്നി. കാരണം അത് റെലവന്റ് ആയ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ എഴുതിയത്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എമ്പതി ഡെവലപ്പ് ചെയ്യാം? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ട് എമ്പതി ഡെവലപ്പ് ചെയ്യാം. 1-2 കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം കൂടി ഞാൻ കേൾക്കാൻ വേണ്ടി കാതോർക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് എമ്പതി ഡെവലപ്പ് ചെയ്യാം? നമുക്ക് സംഭവിച്ചതുപോലെ അവരെ കുടുംബത്തെ നമ്മൾ ചേർത്ത് നിർത്താൻ കഴിയണം. തീർച്ചയായിട്ടും അനാഥരായ അവരെ മക്കളുണ്ടെങ്കിൽ കുടുംബത്തിൽ അവരെ ചേർത്ത് നിർത്താൻ കഴിയും. അവരെ നമുക്ക് ദത്തെടുക്കാൻ പറ്റും. അനാഥരായ മക്കളുണ്ടെങ്കിൽ നമുക്ക് അവരെ തീർച്ചയായിട്ടും ദത്തെടുക്കാൻ. അനാഥ മക്കളെ അല്ലെ, അങ്ങനത്തെ ഒരു അതെ നമ്മളെ ജെഎസ്സിയുടെ ഭാഗത്തു നിന്ന് ഒരു എമ്പതറ്റിക് ആക്ഷൻ കഴിഞ്ഞ ദിവസം ഉണ്ടായി. നമ്മളെ ട്രെയിനേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് ഉള്ളതെന്ന് ട്രെയിനേഴ്സിന്റെ ഗ്രൂപ്പിൽ ചോദിച്ചു. ഒരുപാട് ട്രെയിനർമാർ അവർക്ക് വേണ്ടി കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചു. നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു ജെഎസ്സിയുടെ ഭാഗത്തു നിന്നുണ്ടായ. അതുപോലെ നമ്മുടെ ഒരു മെമ്പർ തന്നെ ഇതുപോലെ തന്നെ കുട്ടികളെ വളർത്താൻ തയ്യാറാണെന്നുള്ള ഇതുപോലെ അറിയിച്ച ഒരു സംഭവം നമ്മൾ കണ്ടു. ചില ആളുകൾ കുട്ടികൾക്ക് പാല് വരെ കൊടുക്കാൻ വേണ്ടി തയ്യാറായി അല്ലേ? ആരോ എന്തോ പറയുന്നുണ്ടല്ലോ. യെസ്, പ്രിയ മാം സംസാരിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. അപ്പോ നമുക്ക് എങ്ങനെയൊക്കെ എമ്പതി ഡെവലപ്പ് ചെയ്യാം? ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൈപ്പ് ചെയ്യാൻ ഒരു 3-4 കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടതാണ്. ഒരു 3-4 കാര്യങ്ങൾ ഇങ്ങനെ പറയാം എങ്ങനെയൊക്കെ നമുക്ക് എമ്പതി ഡെവലപ്പ് ചെയ്യാം. അതിൽ ആദ്യത്തേതാണ് പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വലിയ ടോപ്പിക്കാണ്, ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എമ്പതറ്റിക് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. നമ്മളൊരു ആക്റ്റീവ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യുക. മറ്റുള്ളവരെ ശരിക്കും കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു പ്രാക്ടീസ് നമുക്കൊക്കെ ഇല്ലാത്ത ഒരു സ്കില്ലാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഏജിൽ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കും. ഞാനൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടാണ് ചിലപ്പോൾ പലപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുക. അപ്പോ അത് നമുക്ക് ഉണ്ടായേണ്ട ഒരു സ്കില്ലാണ് എന്ത്? പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എൻഗേജ് ഇൻ ആക്ട് ഓഫ് കൈൻഡ്നസ്. ഇപ്പൊ നേരത്തെ ഇവിടെ ആരൊക്കെയോ കമന്റ് ചെയ്തു നമ്മൾ വോളണ്ടിയർ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാവണം. അതേപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ സജീവമാവുക. അതേപോലെ ഇങ്ങനത്തെ എന്തൊക്കെ നമ്മുടെ നാട്ടില് കൈൻഡ്നെസ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിലൊക്കെ നമ്മൾ പങ്കാളികളാവുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഡെവലപ്പ് ഇമോഷണൽ റെഗുലേഷൻ. നമ്മളെ ഇമോഷൻസിനെ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് നമുക്കൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. നമ്മളെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കണക്ട് വിത്ത് അതേഴ്സ്. ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ നല്ല ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ഇതൊക്കെ ശരിക്കും നമുക്കൊരു കമ്പാഷനേറ്റ് എമ്പതി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ സീക്ക് ഫീഡ്ബാക്ക്, മറ്റുള്ളവരോട് നമ്മൾ ഫീഡ്ബാക്കുകൾ ചോദിക്കുക, ഇതൊക്കെ നമുക്ക് എമ്പതി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ലൈഫ് സ്കില്ലാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പൊ എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്ങിനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും എമ്പതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എമ്പതികൾ 3 തരത്തിലാണ്. ഇമോഷണൽ എമ്പതി ഉണ്ട്, അതേപോലെ തന്നെ കൊഗ്നിറ്റീവ് എമ്പതി ഉണ്ട്, കമ്പാഷനേറ്റ് എമ്പതി ഉണ്ട്. നമുക്ക് വേണ്ടത് സിമ്പതി അല്ല, എമ്പതിയാണ് നമുക്ക് വേണ്ടത്. ആ എമ്പതി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എമ്പതിയിൽ തന്നെ നമ്മൾ കമ്പാഷനേറ്റ് എമ്പതിയിലേക്ക് നമ്മളെ ഹൃദയത്തെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്. ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരും ഒരു കമ്പാഷനേറ്റ് എമ്പതി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ സ്ക്രീനിൽ കാണുന്ന പിക്ചർ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇമോഷണൽ എമ്പതിയുടെ പിക്ചർ കണ്ട ഒരു ലവ് സിമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. കൊഗ്നിറ്റീവ് എമ്പതി അവിടെ ഒരു ബ്രെയിൻ സിമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എന്നാൽ കമ്പാഷനേറ്റ് എമ്പതി എന്ന് പറഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കണം, അവരോടൊപ്പം നിൽക്കുകയാണ്. നമ്മള് ഓരോ ദുരന്തങ്ങൾ നടക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധികൾ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അവരോടൊപ്പം നിന്ന് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണം, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത്, അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്ത്. അപ്പൊ ഇതിന് പുറമെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എങ്ങനെയൊക്കെ നമുക്ക് എമ്പതി ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു. നമ്മൾ ഒരു ആക്റ്റീവ് ലിസണിങ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ കൈൻഡ്നസ് ആക്ടിവിറ്റികളിലൊക്കെ നമ്മൾ പരമാവധി പങ്കാളിയാവാൻ. ഇപ്പൊ നാട്ടിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ സഹായകരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇമോഷണൽ റിലേഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബാൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടത്തുക. അതുപോലെ മാക്സിമം റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യുക. നമുക്ക് JCF നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഫീഡ്ബാക്കിനെ നമ്മൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി കാണാം. ഇതൊക്കെ നമുക്കൊരു കമ്പാഷനേറ്റ് എമ്പതി ഉണ്ടാക്കാൻ പറ്റിയ മാർഗങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നൽകാനുള്ള ഒരു പാഠം എന്ന് പറയുന്നത് ഒരു കമ്പാഷനേറ്റ് എമ്പതി നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോ വേറെ എന്തെങ്കിലും നമുക്ക് ഇതിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഹേമ മാം എന്തോ പറയാൻ വേണ്ടി ശ്രമിച്ചു. ഓക്കെ, കണ്ടിന്യൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരുപാട് സന്തോഷം. ഇന്നത്തെ മോർണിംഗ് മീറ്റിംഗിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം എമ്പതി അല്ലെ, നമ്മുടെ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്നത്തെ ആ ഒരു ഇത് നമ്മുടെ മുഹമ്മദ് റഷീദ് സാറ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സന്തോഷത്തോടു കൂടി ഇവിടെ ഷെയർ ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. എന്തോ മനസ്സിലൊരു വിങ്ങൽ, ഞാൻ ഇങ്ങനെ അല്ല. കാരണം ഞാൻ മീറ്റിംഗിൽ കയറുമ്പോഴേ ഭയങ്കരമായിട്ടൊരു ഇതാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ആ മനസ്സിന്റെ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ഫോൺ എടുക്കുമ്പോൾ കാണുന്നതും ഗ്രൂപ്പുകളിലൊക്കെ ആയാലും ഈ ഒരു ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ എമ്പതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് നമ്മൾ കാണുക. നമ്മൾ ഒരിക്കലും വലിയതുമല്ല ചെറുതുമല്ല എന്നൊരു വിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെയും നമ്മുടെ അച്ഛനെയും അമ്മയും സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് എമ്പതറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ശ്രീ സാർ അതിന്റെ ഇടയിൽ എന്തോ പറഞ്ഞു, ഞാൻ പൂർണ്ണമായും റഷീദ് സാറേ, നമുക്ക് സെഷന് ഓപ്പൺ ഫീഡ്ബാക്ക് ഇതിന് ശേഷം കൊടുക്കാം. ഓക്കെ. പ്രോഗ്രാമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്, കൂട്ടിച്ചേർക്കലുകൾ എങ്ങനെ ഈ ഒരു എമ്പതിയായിട്ടേ കൂട്ടിച്ചേർക്കുന്ന പോയിന്റുകളാണോ അതോ ഫീഡ്ബാക്ക് ആണോ? അവർക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റ് അവർക്ക് എന്തെങ്കിലും പറയേണ്ട കാര്യങ്ങളിൽ പറയാം എന്നുള്ള ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അപ്പോ നമ്മള് ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ ലൈഫിൽ നമ്മളെല്ലാവരും ഒരു എമ്പത്തറ്റിക് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ ഒരു കാര്യത്തെ കാണുന്നു അതേ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എമ്പതി എന്നുള്ളത്. ഇമോഷണൽ എമ്പതി ഉണ്ട്, കൊഗ്നിറ്റീവ് എമ്പതി ഉണ്ട്, കമ്പാഷനേറ്റ് എമ്പതി ഉണ്ട്. ആ കമ്പാഷനേറ്റ് എമ്പതി ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഇതാണ് നമുക്ക് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ആക്റ്റീവ് ലിസണിങ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ കൈൻഡ്നെസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ എൻഗേജ് ആവുക. ഒരു ഇമോഷണൽ റെഗുലേഷൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടോ, ഇവിടെ ഞാൻ ഒരു സ്ലൈഡും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അതായത്
സിമ്പതി, എമ്പതി, കമ്പാഷൻ. അതില് സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു തോട്ട് പ്രോസസ് ആണ് ശരിക്കും സിമ്പതി എന്ന് പറയുന്നത്. പക്ഷെ അതിനൊന്നുകൂടി ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അത് എമ്പതി ആവുന്നത്. ആ തോട്ടും ഫീലിംഗും അതിന്റെ കൂടെ ആക്ഷനും കൂടി വരുന്ന സമയത്താണ് ശരിക്കും കമ്പാഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മളുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക. അപ്പോ ഒരാൾക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് അയ്യോ പാവം എന്ന് പറയണമെങ്കിൽ അത് സിമ്പതിയാണ്. പക്ഷെ ആ ഒരു ഫീലിംഗ് കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എമ്പതി എന്ന് പറയാം. പക്ഷെ ആ തോട്ടും ഫീലിംഗിനും അപ്പുറം നമ്മൾ അത് നമ്മളെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്കൊരു കൈത്താങ്ങായി മാറണമെന്നുണ്ടെങ്കിൽ, അവർക്കൊരു സഹായമായി മാറണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കമ്പാഷൻ എന്ന് വിളിക്കുക. അപ്പോ ആ ഒരു കമ്പാഷനേറ്റ് എമ്പതിയാണ് നമ്മളൊക്കെ ലൈഫിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. കമ്പാഷനേറ്റ് എമ്പതി ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് JCA ചെയ്യുന്ന ഈ സ്കോളർഷിപ്പ് ഒരു കമ്പാഷനേറ്റ് എമ്പതിയാണ്. നമ്മൾ ആ സ്കോളർഷിപ്പ് പരമാവധി നമ്മുടെ നാട്ടിലേക്കുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കൂളിലൊക്കെ, നമ്മളെ പരിസരത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കൊക്കെ, പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പ് നമ്മുടെ ഡോമില് ആരൊക്കെയാണ് അതിന് അർഹരായ ആളുകൾ എന്ന് കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പാഷനേറ്റ് എമ്പതിയാണ്. അതേപോലെ തന്നെ നമ്മുടെ മറ്റു പ്രോഗ്രാമുകൾ, നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഒക്കെ ശരിക്കും കമ്പാഷനേറ്റ് എമ്പതിയാണ്. ആ ആക്ടിവിറ്റികൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും കമ്പാഷനേറ്റ് എമ്പതി. അപ്പോ ഇങ്ങനത്തെ കൈൻഡ്നെസ് ആക്ടിവിറ്റികളിലൊക്കെ ഇൻവോൾവ് ആവുക. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. JCA നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ പല ഭാഗങ്ങളിലുള്ള രാജ്യത്തിനകത്തും പുറത്തുള്ള ഒരുപാട് ആളുകളോട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി JCA നൽകുന്നുണ്ട്. അപ്പോൾ JCA എന്നുള്ള പ്ലാറ്റ്ഫോം മാത്രമല്ല, മറ്റെല്ലാ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ആളുകളുമായി നമുക്ക് കണക്ഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കമ്പാഷനേറ്റ് എമ്പതി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ മാർഗങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ആക്ടിവിറ്റികൾ ഉണ്ട് കമ്പാഷനേറ്റ് എമ്പതി ഡെവലപ്പ് ചെയ്യാൻ. അതിൽ കുറച്ച് എണ്ണം മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മളുടെ സമയപരിധിക്കുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് അതിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മളൊക്കെ ഒരു എംപതറ്റിക് മൈൻഡ് നമ്മുടെ ലൈഫിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും ഞാൻ ആഡ്ലറുടെ ആ ഒരു ഡെഫിനിഷൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീയിങ് വിത്ത് ദ ഐസ് ഓഫ് അതേഴ്സ്, ലിസണിങ് വിത്ത് ദ ഇയേഴ്സ് ഓഫ് അനദർ, ഫീലിംഗ് വിത്ത് ദ ഹെർട്ട് ഓഫ് അനദർ. അപ്പോൾ നമുക്കൊക്കെ ഒരു എംപതറ്റിക് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 7:30 വരെയാണ് സമയം എന്നുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് ഈ ഒരു സമയം കൊണ്ട് തീർക്കേണ്ട ഒരു ടോപ്പിക് അല്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ വീണ്ടും ആവർത്തിക്കാൻ ഒരുപാട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. പക്ഷെ എന്നാലും ഒന്ന് ഓടിച്ച് എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കമ്പാഷനേറ്റ് എമ്പതി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകത ഒന്ന് നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. നേരത്തെ മാം നമ്മൾ കമ്പാഷനേറ്റ് എമ്പതി ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് മാർഗങ്ങൾ ഞാൻ ഷെയർ ചെയ്ത സമയത്ത് മാമിനോട് കുറച്ച് ആളുകളോട് കഴിയുന്നത് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞു. മാം കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. എന്തായാലും വളരെ സന്തോഷം എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ. ഇനി ബാക്കി നമുക്ക് ഫീഡ്ബാക്കിലൂടെ കാര്യങ്ങൾ പറയാം. ഓക്കെ താങ്ക് യു റാഷിദ് സാർ, താങ്ക് യു വെരി മച്ച്. ഏതായാലും റാഷിദ് സാറെ, ഈ ഒരു എമ്പതി എന്നുള്ള വലിയൊരു സബ്ജക്റ്റിനെ കേവലം 28 മിനിറ്റ് കൊണ്ട് താങ്കൾ മനോഹരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയം എന്നുള്ളത്. ആസ് എ ട്രെയിനർ എന്നുള്ളതിന്റെ ഏറ്റവും നല്ല കപ്പാസിറ്റി എന്നുള്ളത് തൻ്റെ മുന്നിലുള്ള ഒരു ആകസ്മികമായി നടക്കുന്ന ആ ഒരു കാര്യങ്ങളെ തീർച്ചയായിട്ടും ഇന്നലെയും മിനിയാന്നും 2-3 ദിവസങ്ങളായിട്ട് നടക്കുന്നതും, അതോടൊപ്പം തന്നെ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നമ്മുടെ കർണാടകയിലെ ഷിരൂരിൽ സംഭവിച്ചതും എല്ലാ കാര്യങ്ങളും ശരിക്കും കൃത്യമായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ആനുകാലിക സംഭവങ്ങൾ. ആസ് എ ട്രെയിനർ എന്നുള്ള ലെവലിൽ താങ്കളുടെ വിജയം, താങ്കൾക്ക് അതിൽ കൃത്യമായിട്ട് വിജയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പു തരാണ്. റാഷിദ് സാറെ, സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഓഫ് ചെയ്യോ? നമുക്ക് ഫുൾ സ്ക്രീൻ ഇവിടെ കാണായിരുന്നു. ഓക്കെ വെരി ഗുഡ്. ഓക്കെ യെസ്. അപ്പോൾ ഫുൾ സ്ക്രീൻ ഇവിടെ കാണും. നമുക്ക് മനോഹരമായ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ എല്ലായിടയ്ക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഏതായാലും റാഷിദ് സാറ് മനോഹരമായ ഒരു ദിവസം ഇന്ന് ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ ഇന്ന് നമുക്ക് മുന്നിൽ ഒരു ശരിക്കും ആക്ച്വലി ഇതിലൊരു ഏറ്റവും നല്ല ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ടോപ്പിക്കിൽ പറഞ്ഞ സബ്ജക്റ്റും ടോപ്പിക്കിൽ പറഞ്ഞ ആ ഒരു വയനാടിന്റെ കാര്യം ഞാനും റാഷിദ് സാർ നമ്മൾ ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ കൃത്യമായി അദ്ദേഹത്തിന്റെ സ്ക്രീനിൽ ഫസ്റ്റ് ഷെയറിങ് വന്നത് ആ ഒരു, റാഷിദ് സാർ ശ്രദ്ധിച്ചോ? തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് അതാണ് ശ്രദ്ധിച്ചത്. കാരണം എനിക്ക് നല്ലൊരു തുടക്കമാണ് നിങ്ങൾ തന്നത്. അതെ, ഞാനും റാഷിദ് സാറും നമ്മൾ ഇതിൽ യാതൊരു കാര്യം സംസാരിച്ചിട്ടില്ല. ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് ഫോണിൽ കൂടെ മെസ്സേജ് മാത്രമേ അയച്ചുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ വരുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം കൃത്യമായിട്ട് സ്ക്രീൻ ഷെയറിങ്ങിലൂടെ കാണിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു അഭിമാനമായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ സാറിന്റെ
ആ ഒരു പേരിന്റെ കൂടെ പ്രൊഫഷണൽ എന്നുള്ളതൊന്നും സോൺ ട്രെയിനറിലേക്കുള്ള ദൂരം വിദൂരമല്ല എന്ന് ഞാൻ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് ഒരു ട്രെയിനറുടെ, ഒരു പാഷനേറ്റ് ആയ ട്രെയിനറുടെ ഒരു കഴിവ് എന്നുള്ളതിൽ താങ്കൾ കൃത്യമായി അഭിനന്ദിക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സെഷൻ നമ്മളിവിടെ തുടങ്ങി വെച്ചു. അതോടൊപ്പം തന്നെ എമ്പതി എന്നുള്ളതായിരുന്നു നമ്മുടെ സബ്ജക്റ്റ്. അതായത് മറ്റുള്ള ഒരു സഹവർത്തിത്വം നടത്തുക എന്നുള്ളതാണ്. ആ ഒരു സഹവർത്തിത്വത്തിന്റെ ഏറ്റവും പരിണിത ഫലം തന്നെയാണ് ഇന്ന് എൻ്റെ മുന്നിലുള്ള 60ഓളം ആളുകൾ എത്തിച്ചേർന്ന് ആ ഒരു നല്ല മെസ്സേജ് റാഷിദ് സാർക്ക് കൊടുക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രീജ മാം ഓക്കെ അല്ലേ? മാഡം മ്യൂട്ടാണ്. പ്രീജ മാം അവിടെ പ്രോഗ്രാം നടക്കുമ്പോൾ ക്യാമറ ഓണാണ്, വണ്ടിയിൽ കയറി ക്യാമറ ഓണാണ്, തിരിച്ചു വന്ന് ക്യാമറ ഓണാണ്, വളരെ സ്വസ്ഥമായ സ്ഥലത്തിരുന്ന് അവിടെയും ക്യാമറ ഓണാണ്. പ്രീജ മാഡത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആ ഒരു പ്രോഗ്രാമിന്റെ ഇടയിലും ആ ഒരു കാര്യം വിട്ടു. പല ദിവസവും ഞാൻ കാണാറുണ്ട്, പക്ഷെ ഇന്ന് ആ ഒരു ക്യാമറ പോലും കട്ട് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും സാധിച്ചു. പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയ മാം വീട്ടിൽ നിന്ന് നടന്ന് ഇറങ്ങി വന്ന് വേറെ ഏതൊരു സ്ഥലം എനിക്കറിയില്ല, കൃത്യമായ ആ ആട്ടുകട്ടിൽ കണ്ടാൽ എനിക്കറിയാം ഇത് വീടാണെന്നുള്ളത്. ഏതായാലും വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാവരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. അതുപോലെ അർച്ചന മാഡം പുതിയൊരു അതിഥി കണ്ടിട്ടുണ്ട്. അമ്പലത്തിലായിരുന്നു. ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമ്മളെ കൂടി ഉൾപ്പെടുത്തണം കേട്ടോ പ്രാർത്ഥനയിൽ. വളരെ കഷ്ടകാലം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ. ഒന്നും പറയാനില്ല, കാരണം നല്ല അടിപൊളി സെഷൻ, നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതില് എനിക്ക് തോന്നുന്നു ഒരു സെൽഫ് അവയർനെസ്സും പിന്നെ എന്താ പറയാ ഒരു പിന്നെ കുറച്ചും കൂടി നമ്മള് എന്താ പറയാ ഒരു ജമ്പിങ് എന്താ പറയാ നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, ആ ഒരു സംഭവം കൂടി നമുക്ക് പിന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ആണ്. കാരണം എംപത്തി എന്നുള്ളതില് അപ്പം ഞാന് കഴിഞ്ഞ ഈ ഒരു പ്രോബ്ലം ഇത് നടന്നതിന് ശേഷം ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും വലിയ വലിയ എമൗണ്ടുകൾ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ഉണ്ടായിരുന്നു, ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഇന്നലെ ഞാൻ എന്റെ പാർട്ട്നേഴ്സ് ഉണ്ട്, ഞങ്ങൾക്കൊരു പിന്നെ എന്താ പറയാ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇതാണ്, ഹേമ മേഡം പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഞങ്ങൾക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഇന്നർ വെയേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഞാനിങ്ങനെ കണ്ണൂരാണ് ഞങ്ങൾക്ക് അതുള്ളത്. അപ്പം ഇന്നലെ ഞാൻ എന്റെ പാർട്ട്നേഴ്സിനോട് വെറുതെ, എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് കുറെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് കുറച്ച് സ്റ്റോക്ക് നമുക്ക് അവർക്ക് കൊടുത്തു വിടാം ഇന്നർ വെയേഴ്സിന്റെ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും 4 പേരും കൂടെ ഉണ്ട് എന്റെ കൂടെ, എന്റെ ഫ്രണ്ട്സ് ആണ്, അത് ബോയ്സ് ആണ്. അപ്പം ഇവരെല്ലാരും ചെറിയ സാലറിക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ പറഞ്ഞു ശരി നമുക്കത് കൊടുത്തുവിടാം, ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് നാളെ അത് കൊടുത്തുവിടാന്ന് പറഞ്ഞു. എല്ലാരും ഇങ്ങനെ വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മെഡിക്കൽ റെപ്സ് ഒക്കെയാണ് അവരൊക്കെ. അപ്പം വലിയ സാലറിയോ വലിയ അവർക്കൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നിനും പറ്റുന്നില്ലല്ലോ നമുക്ക് ആർക്കും. അപ്പൊ ശരി നമുക്കൊരു 3 ലക്ഷം രൂപയുടെങ്കിലും കുറച്ചും കൂടെ സ്റ്റോക്ക് കുറച്ച് അവിടെ ഉണ്ട്, അപ്പൊ നമുക്ക് അത് കൊടുത്തു വിടാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരു വണ്ടിയുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് നമുക്ക്. അപ്പൊ അതിനാർക്കെങ്കിലും ഇവിടെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ, ഇല്ലെങ്കിൽ ഞാൻ കണ്ണൂര് നമുക്ക് റോട്ടറി അല്ലെങ്കിൽ JCI അങ്ങനെ ഏതെങ്കിലും JCI കണ്ണൂരത്തെ അങ്ങനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നും കൂടെ ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിവേ സന്തോഷം, എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും എമ്പതി ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും, നല്ലത് വരട്ടെ എല്ലാവർക്കും. താങ്ക് യു. വെരി മച്ച്. താങ്ക് യു. ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഹു ഈസ് നെക്സ്റ്റ്? എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും നമ്മൾ ഈ സമയത്ത് കമ്പാഷനേറ്റ് എമ്പതി തന്നെ കൊടുക്കേണ്ട ഒരു ടൈമാണ്. ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ജില്ലാ ഭരണകൂടത്തിന് ഇത്തിരി സാധനങ്ങൾ കൈമാറി, അങ്ങനെ അവരുടെ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേർന്നു. തീർച്ചയായിട്ടും എമ്പതി ഇത്ര തരത്തിലുണ്ടെന്നും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എമ്പതറ്റിക് ആയിട്ട് പെരുമാറേണ്ടതെന്ന് വളരെ സൗമ്യമായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ പറയുന്ന രീതിയിൽ സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച് സാർ. അർച്ചന മാം, എനിക്ക് സ്ക്രീനിൽ പേര് കാണുന്നത് അർച്ചന മാം എന്നാണ്. മാഡം എവിടെയാണ്? മാഡത്തിനെ കണ്ടിട്ടില്ല, അത് കാരണം ചോദിക്കുന്നത്. സാറേ കോട്ടയം JCI വാഴൂര്. ഓ, മാഡത്തിന്റെ പേര്? എന്റെ പേര് ഷൈല എന്നാണ്. ഞാൻ മോളുടെ ഫോണിലാണ് കയറിയത്, അതുകൊണ്ട്. ഓ ഓക്കെ. താങ്ക് യു മാം ഫോർ ദി സപ്പോർട്ട്. താങ്ക് യു. ഓക്കെ, ഹു ഈസ് നെക്സ്റ്റ്?
ഹാപ്പി മോർണിംഗ്. യെസ്. ഈ ഒരു സന്ദർഭത്തിൽ തികച്ചും അർത്ഥവത്തായ ഒരു വിഷയം തന്നെയാണ് ഇന്ന് തെരഞ്ഞെടുത്തത്. സംശയമില്ല. അതിന്റെ ചെയർമാനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ക്ലാസ് എടുത്ത റാഷിദാറോടും. ഈ എമ്പതി എനിക്ക് അനുഭവപ്പെട്ടത് 2018 പ്രളയത്തിലായിരുന്നു. അന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന പ്രദേശത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ജീവനക്കാരൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് 10 ദിവസം എറണാകുളം ജില്ലയിലെ കുന്നേര എന്ന് പറയുന്ന പഞ്ചായത്തിൽ അവിടുത്തെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ഇലക്ട്രിക്കൽ പോലെ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട് 20 ജോലിക്കാരെയും കൊണ്ട് ഞാൻ അവിടെ തങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്തവരാണ്, എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും ആ സമയത്ത് സന്നദ്ധ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ തയ്യാറായിട്ടില്ല. പക്ഷെ ജില്ലയിൽ നിന്ന് ഞാൻ മാത്രമായിരുന്നു ഒന്ന് പോകാനുണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലെ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളതായിരിക്കണം നമ്മളേവരും ചെയ്യേണ്ടുന്ന ദൗത്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കുക. ഓക്കെ, താങ്ക് യു വിജയേട്ടൻ. വിജയേട്ടൻ ഇതിൽ മനോഹരമായ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു ജീവന്റെ ചെറിയ പ്രതീക്ഷ വന്നപ്പോൾ ഗവൺമെന്റ് രക്ഷാപ്രവർത്തനം തുടരാൻ പറഞ്ഞു. നമ്മളെല്ലാം ന്യൂസ് കണ്ടതാണ്. തീർച്ചയായിട്ടും വിജയേട്ടൻ വലിയൊരു മെസ്സേജ് തന്നെയാണ് നൽകിയത്. ഓക്കെ, ഹു ഈസ് നെക്സ്റ്റ്? ഗുഡ് മോർണിംഗ് Yes. റാഷിദ് സാർ. അടിപൊളി സെഷൻ ആയിരുന്നു. മോർണിംഗ്. വോയിസ് ബ്രേക്ക് ആവുന്നു. അവസരത്തിനനുസരിച്ച് സാറ് എന്റെ ശബ്ദം കേൾക്കണ്ടോ സാറേ? ഓക്കെ, ഹലോ. ഓക്കെ, ഇപ്പൊ കേൾക്കാം. ഇപ്പൊ മ്യൂട്ടാണ് സാറേ. സാറേ എന്റെ ശബ്ദം കേൾക്കണ്ടോ? ഓ, കേൾക്കുന്നുണ്ട് സാർ, പറയൂ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ റാഷിദ് സാർ. അവസരത്തിനനുസരിച്ചിട്ട് സംസാരിച്ചിട്ടുള്ള താങ്കൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. കാരണം ഇത് ആവശ്യകതയാണ്. മറ്റുള്ളവരെ കണ്ണിൽ നമ്മൾ കാണുക, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ ആവുന്ന സമയത്താണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വൺ സൈഡ് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമായിരിക്കും. പലപ്പോഴും അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പല രീതിയിൽ പുരോഗതികൾ ഉണ്ടാവുക. അത് വളരെ വ്യക്തമായിട്ട് ഉദാഹരണ സഹിതം സാറ് വിശദീകരിച്ചു തന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച്. Good morning Rashid. Good morning Chandrika. Good morning. ഇന്നത്തെ ഈ ടോപ്പിക്കിന്റെ ഒരു പ്രത്യേകത തന്നെ വളരെ റിലവന്റ് ആയിട്ടുള്ള വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ശ്രീജിത്ത് പറഞ്ഞ പോലെ വളരെ എന്താ പറയാ, അത് തന്നെ ഒരു വിജയമാണ്, ഏറ്റവും വലിയ വിജയമാണ്. അത് മാത്രമല്ല, പിന്നെ ആ ടോപ്പിക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കംപ്ലീറ്റ് എല്ലാവരും അത് ഏറ്റെടുത്തു. എല്ലാവരുടെ മനസ്സിലേക്കും അത് അങ്ങോട്ട് എന്താ പറയാ, പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഒരു എമ്പത്തറ്റിക് ഫീലിംഗ്, നമുക്ക് എങ്ങനെ എമ്പത്തറ്റിക് ആവാമെന്ന് എല്ലാവരും ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവര് ആർക്കും തന്നെ ഇനി ഒരു സംശയത്തിനും ഇടയില്ല എന്താണ് എമ്പതി എന്ന് പറയുന്നത്. എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പലരും എത്ര പറഞ്ഞു കൊടുത്താൽ കഴിഞ്ഞാലും സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ട് ഈസ് സിമ്പതി, വാട്ട് ഈസ് എമ്പതി, ആൻഡ് ഫൈനലി നമുക്ക് കമ്പാഷനറ്റ് എമ്പതിയാണ് ഉണ്ടാവേണ്ടത്. അവിടെയാണ് ആക്ഷൻ ജനിക്കുന്നത്. ആക്ഷൻ ഇല്ലാതെ പിന്നെ നമ്മൾ എന്ത് എമ്പതി കാണിച്ചിട്ടും കാര്യമില്ല എന്നുള്ളത് വളരെ ഭംഗിയായി, വളരെ മനോഹരമായി എല്ലാവരുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് എത്തിച്ച ആ ഒരു ട്രെയിനർ, യു ആർ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു യു, all the very best to you. Keep it up. Thank you so much for such a wonderful session. Thank you. Okay, thank you ചന്ദ്രിയ മാം. താങ്ക് യു വെരി മച്ച്. ഏതായാലും ഇന്നത്തെ ദിവസം പൂർത്തിയാവുന്നത് വളരെ അർത്ഥസമ്പുഷ്ടം കൊണ്ട് തന്നെയാണ്. വാക്കുകളുടെ വർണ്ണനകൾക്കപ്പുറം മനുഷ്യന്റെ മനസ്സിനെ പ്രചോദിപ്പിക്കാൻ ഒരു ട്രെയിനർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ ഒരു പ്രോഗ്രാമിന്റെയും ആ ട്രെയിനറുടെയും വിജയം എന്നുള്ളതാണ്. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ റാഷിദ് സാറുടെ പേരിന്റെ കൂടെയുള്ള ആ ഒരു ടൈലായ പ്രൊഫഷണൽ എന്നുള്ളത് എന്നോ മാറിക്കഴിഞ്ഞു, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു എന്ന് കൃത്യമായിട്ട് ഞാൻ ഉറപ്പ് തരികയാണ് സാർക്ക്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഒരു ട്രെയിനറുടെ വിജയം എന്നുള്ളത് തന്നെ. ഓക്കെ, അതോടൊപ്പം തന്നെ റാഷിദ് സാർ, നമ്മളെ ചാറ്റ് ബോക്സിൽ സാർക്ക് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിട്ടുണ്ടാവില്ല. ആസ് എ ട്രെയിനർ എന്നുള്ള ലെവലിൽ ശ്രദ്ധിക്കുമ്പോൾ ചാറ്റ് ബോക്സിൽ നിറയെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചാണ്. കുറെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായും ട്രെയിനിനെ കുറിച്ച് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ വായിക്കാൻ പറ്റില്ല. ആബിദ മാം ലൈനിലുണ്ടോ? ആബിദ മാം? ഓക്കെ, ഉണ്ട് സാർ. ഹലോ.
ഓക്കെ, താങ്ക് യു വെരി മച്ച്. കാരണം ഞാനത് ഓൺ എയറിൽ ഇത് വിടുന്ന സംഭവമാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇന്ന് രാവിലെ കലണ്ടർ നോക്കുമ്പോൾ 3-ാം തീയതി റെഡായിട്ടാണ് കാണുന്നത്. എനിക്കും നവാസാർക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ NGOസിന് ശനിയാഴ്ച അവധി കണ്ട അന്നൊക്കെ 2-ാം ശനിയാണ്. ആ ഒരു രീതിയിലാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ ഇന്ന് കർക്കിടകാവ് എന്ന് കൃത്യമായിട്ട് തിരുത്തി തന്നിട്ടുണ്ട്. ആബിദ മാഡത്തിന് വളരെ നന്ദി. തീർച്ചയായിട്ടും ഒരുപാട് മെസ്സേജുകൾ ഹവ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ സെഷൻ റാഷിദ് സാർ, താങ്ക് യു വെരി മച്ച്. റാഷിദ് സാർ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ. ഏതായാലും ഇന്നത്തെ ഈ ദിവസം പൂർത്തിയാവുന്നതിന് മുന്നേ നമുക്ക് എമ്പതിയെ കുറിച്ച് കൃത്യമായിട്ട് ഔട്ട്ലൈൻ പറഞ്ഞു തന്നു. അതെങ്ങനെ മറ്റുള്ളവർക്ക് സഹവർത്തിത്വം നടക്കാം എന്നതിനെ കുറിച്ച് റാഷിദ് സാർ വളരെ മനോഹരമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മൾ പ്രിയമേടൊക്കെ ചെയ്യുന്ന പോലെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അത് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ നൽകുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ട്രെയിനിങ്ങിൽ നിന്നും നമുക്ക് എല്ലാവരും മനസ്സിലേക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്നാണ്. അതിന്റെ പരിണിതഫലം തന്നെയാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെഷന്റെ വിജയം എന്നുള്ളത് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങളുടെ ഇവിടെ തവനൂർ JCയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഇവിടെ തവനൂർ എന്നുള്ളത് ഇവിടെ ഭാരതപ്പുഴ തീരത്താണ്. അപ്പോൾ ഭാരതപ്പുഴ ഇപ്രാവശ്യം ശരി കര കവിഞ്ഞൊഴുകി നമ്മുടെ ഇവിടെ അതളൂർ നേടറ്റ് എന്നുള്ള ഭാഗങ്ങളിൽ കുറച്ച് വീടുകൾ വെള്ളം കയറി. ആ വീടുകളിൽ ഉള്ള കുടുംബങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായിട്ട് ഒരു ചെറിയൊരു കിറ്റ് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇന്ന് അതിന്റെ പ്രവർത്തനം നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ പലപ്പോഴും വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. നമ്മുടെ തൊട്ടടുത്ത് എന്തുണ്ടായി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറയുന്നുണ്ട്, അടുത്തു നിൽപ്പോ ഒരു അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അദൃശ്യനായ ഈശ്വരനെ എങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു മെസ്സേജ് ഞാൻ നൽകിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഷിനു സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. താങ്ക് യു സാർ, താങ്ക് യു ഫോർ പ്രിവിലേജ്. ഫസ്റ്റ് ഓഫ് താങ്ക്സ് പറയാനുള്ളത് നമുക്ക് ഇന്ന് ക്ലാസ് എടുത്ത റാഷിദ് സാറാണ്. നമുക്ക് അവസരം ഇന്നിപ്പം എടുക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് സാർ എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഈ വയനാടിന്റെ ഈ ഒരു വിഷയം വന്നതോടുകൂടി ആൾക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇപ്പം ഈ ഒരു വിഷയമായിട്ട് വന്ന് ആ ഉദാഹരണ സഹിതം നമുക്ക് എല്ലാവർക്കും തുറന്ന് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന റാഷിദ് സാറിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇന്നത്തെ കോർഡിനേറ്റർ നമ്മളെ ഈ പ്ലാറ്റ്ഫോമിലെ ചെയർമാൻ ശ്രീപ് സാറിന് നന്ദി പറയുന്നു. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം 247 ദിവസം നമുക്ക് ഈ ഒരു കുടുംബം പോലെ കൊണ്ടുപോകാൻ കഴിയുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച, അല്ലെങ്കിൽ ഇതിന് കപ്പിത്താന്മാരായ 2 പേരുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇഷാം സാർ, രണ്ടാമത് ചിത്ര മാം. ചിത്ര മാമിനെ എല്ലാവരും കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനെ കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എന്നും കേൾക്കുന്ന ഒരു വാക്കാണ് ചിത്ര മാം. എല്ലാവരും നമുക്കൊരു കുടുംബത്തോടെ കഴിയാനും നമുക്ക് എന്നും ഒത്തുകൂടാൻ പറ്റിയ ഈ ഒരു അവസരം നൽകിയതിന് വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇപ്പം ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും വളരെ ടച്ച് മനസ്സിൽ വളരെ ടച്ച് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു എന്ന് സാർ പറഞ്ഞതെങ്കിലും ഈ അവസ്ഥയിൽ എല്ലാവർക്കും ഒരു പ്രയാസകരമായതെങ്കിലും അതൊരു വളരെ രീതിയിൽ സാർ അത് ഹാൻഡിൽ ചെയ്തു. അപ്പൊ എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ഇതിനു മുമ്പ് ഒരു എമ്പതിയെ കുറിച്ച് ഒരു ചെറിയൊരു ക്ലാസ് എടുത്തിരുന്നു മുന്നേ. എങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ വീണ്ടും ക്ലാസ് എടുക്കുമ്പോൾ നമുക്കതൊരു ഒരു റിപ്പീറ്റേഷൻ വരുമെങ്കിലും ഒരു ബോറ് തോന്നാറുണ്ടെങ്കിലും, പക്ഷെ ഇന്നത്തെ ദിവസം നമ്മുടെ ചന്ദ്രികമ്മ പറഞ്ഞ കണക്ക് അതിനെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റി. അതിന് റാഷിദ് വളരെ വളരെ ഒരു കൺഗ്രാജുലേഷൻ പറയണം. കാരണം നമുക്ക് എമ്പതി ആണെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നത്, സോറി സിമ്പതി എന്നുള്ളത് ഒരു കാര്യമാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അത് എമ്പതി എന്താണെന്നും എത്ര തരം എമ്പതി ഉണ്ടെന്നും അത് ഏത് എമ്പതിയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നും നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് സാറ് പറഞ്ഞു തന്നു. ഇനി ഇത് ആരും മറന്നു പോകില്ല. ആ രീതിയിലായിരിക്കും സാറിന്റെ ക്ലാസ്സും വളരെയേറെ നന്നായിരുന്നു. ഒരു ട്രെയിനറിന് എങ്ങനെയാണെന്നുള്ളതിന്റെ രീതിയിൽ ഒരു നല്ലൊരു ഉദാഹരണം തന്നെയാണ് സാറ് ക്ലാസ് എടുക്കുന്നതായാലും. ആ ഒരു 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞത് പോലുമില്ല പോയത്. അപ്പൊ അത്രത്തോളം നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. വളരെയേറെ നന്ദി സാർ. അപ്പം പ്രിയ മാം കുറച്ച് ഇമോഷണൽ ആയെങ്കിലും നമ്മൾ എല്ലാവരും മനസ്സിൽ അവിടുത്തെ ദിവസം തന്നെ വാർത്ത എനിക്ക് കാണാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. അത്രയ്ക്കേറെ പ്രയാസമുള്ള ഒരു സമയമാണ് ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് ആ പ്രയാസമല്ല നമ്മൾ സിമ്പതി അല്ല തോന്നേണ്ടത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുമാത്രം സഹായങ്ങൾ ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളതായിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും സാർ ഈ ഒരു വിഷയം കൊണ്ടുവന്നതും
വളരെ അവസരം ഉചിതമായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും അതൊരു എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി നിൽക്കാതെ തന്നെ ഇന്നത് ചെയ്യണം എന്ന് തോന്നാനുള്ളൊരു അവസരം സാറ് നൽകി. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കും. എന്തായാലും എല്ലാവർക്കും വന്ന ഇത്രയും ശ്രമിച്ച എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുന്നു. ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നു. എന്നെ കോർഡിനേറ്റ് ചെയ്ത സൈഡ് സാറിന് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷിൻ സാർ. താങ്ക് യു വെരി മച്ച്. താങ്കളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരുപാട് വാക്കുകൾക്ക് നന്ദി. അതോടൊപ്പം തന്നെ നവാസ് സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നോ ഡൗട്ട്, വണ്ടർഫുൾ സെഷൻ, വെരി ഇന്ററാക്റ്റീവ്, സിമ്പിൾ ആസ് ദാറ്റ്, സെലക്ട് റിലവൻറ്റ് ടോപ്പിക് എന്നാണ് എല്ലാവരും മെസ്സേജിലുള്ളത്. തീർച്ചയായിട്ടും റാഷിദ് സാറിൻ്റെ ആ ഒരു കരിയറിലെ, ട്രെയിനിങ് കരിയറിലെ ആ ഒരു ശിരസിലെ ഒരു പൊൻതൂവൽ തന്നെയാണ് ഇന്നത്തെ ഈ 7 AM മോർണിംഗ് ഡ്രൈവ് എന്നുള്ള ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട്, സുജ മാം ചിത്ര മാഡത്തെ കാണണം എന്ന് പറയുന്നുണ്ട്. സുജ മാഡത്തിന് തീർച്ചയായിട്ടും ഒരു ദിവസം കാണിച്ചു വരുന്നതായിരിക്കും. നവാസ് സാർ നോട്ട് ഇറ്റ്, ചിത്ര മാഡത്തെ ഒന്ന് കാണിച്ചു കൊടുക്കണോ? തീർച്ചയായിട്ടും അതിൻ്റെ അവസരം തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ പൂർത്തിയാക്കുകയാണ്. പ്രിജ മാം അടുത്ത സെഷനിലെ ഫീഡ്ബാക്ക് കൃത്യമായി പറയണം എന്നുള്ളതാണ്. ഞാൻ ഇപ്രാവശ്യം ഒഴിവാക്കിയതാണ്, യാത്രയുടെ ക്ഷീണത്തിലായിരിക്കും എന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഓക്കെ. ഏതായാലും ഇന്ന് നമ്മൾ ഈ ദിവസം ഇവിടെ എനിക്ക് പൊതുവെ സംസാരിക്കാൻ ഇത്തിരി എല്ലാരോടും സംസാരിക്കാനുള്ള ഒരു പാടുള്ളതാണ്. ഞാൻ ഷിജു സാറിന്റെ അടുത്ത് ഈ വിവരം പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ എന്നെ ഇതിൽ ആഡ് ചെയ്ത് ഇത് കേൾക്കുക, അപ്പൊ നമുക്ക് പറയാൻ തോന്നും. എല്ലാരും ഒക്കെ ഇരിക്കുമ്പം ഒരു സ്റ്റേജ് ഫിയർ പോലെയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് മറുപടി ഒന്നും പറയാത്ത. ഇതെല്ലാം നല്ലോണം കേൾക്കുന്നുണ്ട്, പറയണമെന്ന് തോന്നാറുണ്ട്, പക്ഷെ പറയാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അതേ ഉള്ളൂ. ആ സംസാരിക്കാനുള്ള പാട് മാറ്റുന്ന സംഘടനയാണ് ജെസ്സി. അതുകൊണ്ട് എന്തായാലും അത് മാറിയിരിക്കണം, മാറ്റിയെടുക്കണം സാറേ. കൊണ്ടുവന്ന സ്ഥിതിക്ക് നമ്മൾ മാറ്റിയെടുത്തേ പറ്റും. ശ്രീജ മാം, ഇപ്പൊ ഞാൻ ഒരു വാക്ക് പോലും താങ്കളോട് പറയണമെന്ന് ആവശ്യപ്പെട്ടില്ല. കൃത്യമായി താങ്കൾ പറഞ്ഞതാണ്. ഇത് തന്നെയാണ് താങ്കളുടെ കപ്പാസിറ്റി. നമുക്ക് തീർച്ചയായിട്ടും പുറത്തോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഏതായാലും ദി 7 AM മോർണിംഗ് ഡ്രൈവ് ഓൺലൈൻ പ്രോഗ്രാം ഈസ് ബൈ അർജുൻ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ഡേ ടു ആൾ. സി യു ടുമോറോ ഷാർപ്പ് 7 AM. നാളെ 1 മണിക്കൂറായിരിക്കും സെഷൻ എന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കണം. Okay, thank you വെരി മച്ച്. ഗുഡ് ബൈ. Thank you, sir. Bye. Thank you all. Thank you. Thank you, Vadius. Thank you, sir. Thank you so much. ചന്ദ്രമോടെ പോയി. Thank you. Thank you, sir. Thank you very much. അതെ, ചന്ദ്ര മാഡത്തിന്റെ താങ്ക് യു കേട്ടില്ല ഇന്ന്. Thank you. ശ്രീജിത്ത് സാർ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നുണ്ട്. താങ്ക് യു പ്രിയ മാം. താങ്ക് യു സോ മച്ച്. പൊങ്ങുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എങ്ങനെ? മുങ്ങല് മാത്രല്ല, പൊങ്ങലുണ്ട്. മാവേലി പോലെയാണ് ഇപ്പൊ. അത് റൈറ്റ്. ലെറ്റ്സ് സീ യു.